കൊല്ലത്ത് UDF സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതരെ പുറത്താക്കി. വിമത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെയും പുറത്താക്കിയതായി DCC പ്രസിഡന്റ് അറിയിച്ചു. കോർപ്പറേഷനിൽ മത്സരിക്കുന്ന 3 പേർക്കും മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് എന്നിവിടങ്ങളിൽ മത്സരിക്കുന്ന 6 പേർക്കെതിരെയുമാണ് നടപടി. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഇപ്പോൾ UDF വിമതർക്കെതിരെ അതിശക്തമായ നടപടിയിലേക്ക് തന്നെ കടക്കുകയാണ്. ഇപ്പോൾ ആർക്കെതിരെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ ലഭ്യമാണ്? അമൃത, വിവിധ ജില്ലകളിൽ കോൺഗ്രസ് ഇത്തരത്തിൽ വിമതരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ 12 പേർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികൾക്കെതിരെയും ഒപ്പം തന്നെ പരവൂർ മുനിസിപ്പൽ കൌൺസിലിലേക്ക് മത്സരിക്കുന്ന 5 പേർക്കെതിരെയും ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരാൾക്കെതിരെയുമാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇതിനു പുറമെ ഇവർക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്ന 3 ഭാരവാഹികൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഈ നടപടി കോർപ്പറേഷൻ പരിധിയിൽ നടപടിയെടുത്തിരിക്കുന്നത് കൊല്ലൂർ വിളയിൽ വിമതയായി മത്സരിക്കുന്ന മുൻ കൌൺസിലറായിരുന്ന ഹംസത്ത് ബീവിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോയിക്കലിൽ മത്സരിക്കുന്ന മീനുലാൽ, കുരീപ്പുഴ വെസ്റ്റിൽ മത്സരിക്കുന്ന ഷാനവാസ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. പരവൂർ മുനിസിപ്പൽ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന സുധീർ ചെല്ലപ്പൻ, സുരേഷ് ഉണ്ണിത്താൻ, മഹേഷ്, ശിവപ്രകാശ്, സുലോചന എന്നിവർക്കെതിരെ, അതിൽ തന്നെ സുധീർ ചെല്ലപ്പൻ നേരത്തെ മുനിസിപ്പൽ ചെയർമാനായി ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇത്തിക്കരയിലും അത്തരത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ കോർപ്പറേഷൻ പരിധിയിൽ കോയിക്കലിൽ ഈ സ്ഥാനാർത്ഥിക്ക്, അതായത് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബിനു പാപ്പച്ചനെയും, കുരീപ്പുഴ വെസ്റ്റിൽ പ്രവർത്തിക്കുന്ന കുരീപ്പുഴ യഹ്യ, ബിജു മതേതര എന്നിവരെയുമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നിപ്പോൾ DCC പ്രസിഡന്റ് പുറത്താക്കിയിരിക്കുന്നത്. അമൃത. ശരി, ലിജോ റോളൻസ് ആണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.